എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസുകളും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു മന്ത്രിക്ക് കിട്ടുന്ന ബേസിക് സാലറി, അടിസ്ഥാന ശമ്പളം 2000 രൂപ മാത്രമാണ്. അവർക്ക് കിട്ടുന്ന ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത എന്ന് പറയുന്നത് 38,429 കിട്ടുന്ന ക്ഷാമബത്ത. ഇനി അവർക്കുള്ള മാസം തോറുമുള്ള മണ്ഡലം അലവൻസ് 40,000 രൂപയാണ്. കൂടാതെ യാത്രാ അലവൻസ് ആയിട്ട് കിട്ടുന്നത് 17,000 രൂപയാണ്. ഇത്രയും ചേർത്ത് 97,429 അവർക്കെല്ലാം ലഭിക്കുന്ന അലവൻസ്, ശമ്പളം മൊത്തമായിട്ട് കയ്യിൽ വാങ്ങാൻ കഴിയുന്നത് 97,429. കൂടാതെ മന്ത്രിക്കും ഫാമിലിക്കും, അതായത് അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവർക്കും ഫുൾ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആണ്. അതായത് എല്ലാ ചികിത്സയ്ക്കും റീഇംബേഴ്സ്മെന്റ് ആയിട്ട് പൈസ കിട്ടും. വാങ്ങിക്കുന്ന കണ്ണാടിക്ക് വരെ അവർക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടും. കൂടാതെ കാറ് വാങ്ങാനായിട്ട് 10 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് വായ്പ കിട്ടും. കൂടാതെ വീട് വെക്കാൻ 20 ലക്ഷം രൂപ പലിശരഹിതമായിട്ട് വായ്പ കിട്ടും. പിന്നെ ടെലിഫോണ്, കറണ്ട് ബില്ല് എന്നിവയെല്ലാം ഫ്രീ ആയിരിക്കും. പിന്നെ മന്ത്രിമാർക്ക് ഒരു വീടുണ്ടാവും. അവർക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കും. സ്വന്തമായിട്ട് കാർ ഉണ്ടാവും. അപ്പൊ അതിന് പെട്രോൾ അലവൻസ് ഉണ്ടാവും. കൂടാതെ ട്രെയിൻ ടിക്കറ്റ്, വിമാന ടിക്കറ്റ് ഒക്കെ ഫ്രീ ആയിരിക്കും. ഇതൊക്കെയാണ് മന്ത്രിമാർക്ക് കിട്ടുന്നത്. മുഖ്യമന്ത്രിക്ക് എല്ലാ അലവൻസും എല്ലാം ചേർത്ത് 1,85,000 രൂപയായിരിക്കും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന അലവൻസ്. കൂടാതെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അലവൻസും എല്ലാം സെപ്പറേറ്റ് ഉണ്ടാവും. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കിട്ടുന്ന ശമ്പളവും അലവൻസുകളും. നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.